ഞാൻ നേരത്തെ ഒരു ബംഗാളിനെ പറ്റിയും ഇലക്ഷനെ പറ്റിയും അവിടുത്തെ ഗുണ്ടായിസെ പറ്റിയൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പല ആൾക്കാർക്കും പല BJP-ക്കാർക്കും ഈ ബംഗാളിനെ പറ്റി ഏക്കും പൂക്കും അറിയത്തില്ല. അതതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഇത് വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സുവേന്ദു അധികാരി ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു. എന്താ ഉണ്ടായത്? ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞില്ല. സുവേന്ദു അധികാരി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റാണ്. BJP-യുടെ ഏറ്റവും പ്രോബബ്ലി അദ്ദേഹമായിരിക്കും അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. ശനിയാഴ്ച ഗ്രാൻഡ് സെറമണിയാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത PA, ഈ PA എന്ന് പറഞ്ഞ ചന്ദ്രനാഥ് റാത്ത്, അയാൾക്കാണ് ഈ ഭവാനിപ്പൂർ ഇലക്ഷൻ്റെ കംപ്ലീറ്റ് ചാർജ് കൊടുത്തിരുന്നത്. അയാളെ ഗുണ്ടകൾ കൽക്കട്ട സിറ്റിയിൽ, വലിയ സിറ്റി, ആൾക്കാരുള്ള സിറ്റിയിൽ വെടിവെച്ച് കൊന്നു. പോയിന്റ് ബ്ലാങ്കിലാണ് വെടിവെച്ച് കൊല്ലുന്നത്. അതായത് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഒരു സ്കോർപ്പിയോയിലാണ്, അതേപോലുള്ളൊരു വണ്ടിയിലാണ്. അവിടെ വരുന്നു, ആ തൊട്ടടുത്ത് വണ്ടി വരുന്നു, ഏകദേശം 4ഓളം റൗണ്ട് വെടിവെക്കുന്നു. വളരെ ഷാർപ്പ് ഷൂട്ടേഴ്സാണ്. അവിടെ തലയിൽ, നെഞ്ചിൽ, നെക്കിൽ, നെഞ്ചിൽ ഒരു ബുള്ളറ്റ്, 4ഓളമാണ് ഫയർ ചെയ്ത്. ഒരു ബുള്ളറ്റ് ഡ്രൈവറിനും കിട്ടി. ഡ്രൈവർ ഇഞ്ചേർഡാണ്, സീരിയസ് ആണ്, അഡ്മിറ്റാണ്. ഈ പറയുന്ന PA മരിച്ചുപോയി, കൊല്ലപ്പെട്ടു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അവിടെ പിന്നെ ഒരു കലാപം പോലെയാണ് ആയത്. ഈ BJP-ക്കാരെയും കൂടുതൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ 15 വർഷം എന്ന് പറയുന്നത് അട്ടിച്ചൊതുക്കി നാശമാക്കി വീട്ടിൽ നിറക്കാൻ വയ്യാത്ത രീതിയിൽ ആ TMC-ക്കാർ ഇവരെ നശിപ്പിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ബംഗാളിനെ പറ്റി നല്ല ഇൻ ആൻഡ് ഔട്ട് അറിയാം. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ പോകുന്ന അവിടെയുള്ള ജേർണലിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം, അതേപോലെ പോലീസുകാരുമായിട്ടുള്ളത്, എനിക്കെതിരെ കള്ളക്കേസ് പലയിടത്തും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ തന്നെ അവിടെ പോകുമ്പം പറയും, നീ അവിടെ താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ താമസിക്കരുത്, ചിലയിടത്തേ താമസിക്കാവൂ. കാരണം അവർ ഈ പറയുന്ന ബംഗാൾ പോലീസാണെങ്കിൽ അവരെന്നെ ഉപദേശിക്കും. അപ്പം നിൻ്റെ കൂടെ ആൾക്കാർ വേണം. കാരണം ഈ സിറ്റി എന്ന് പറയുന്ന, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലീസിനൊന്നും വലിയ റോളൊന്നുമില്ല. കാരണം പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനേക്കാൾ ഇത് മനസ്സിലാക്കുക. കൽക്കട്ട പോലീസ് എന്ന് പറഞ്ഞ ഒരു സമയത്ത് 10, 20, 30 വർഷം മുമ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പോലീസ് ഫോഴ്സിലൊന്നായിരുന്നു. ആ പോലീസിൻ്റെ അകത്ത് മുഴുവനും ക്രിമിനൽസാണ്. ഇതിനെ എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ഇതൊക്കെ വരാൻ പോകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ കൽക്കട്ടയിൽ ഇതേപോലെ മാഫിയാസും ക്രിമിനൽസും ഡോൺസും ചവറ് പോലാണ് ഈ സംഭവം. എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. ഒന്നാമത് കോളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാഫിയകൾ ഏറ്റവും കൂടുതലുണ്ട്, കൽക്കരിയുമായിട്ട്. പിന്നീട് അവിടുത്തെ ഓരോ റിയൽ എസ്റ്റേറ്റ്, അത് ഇത്, ഒരു സാധാരണക്കാരൻ അവൻ്റെ വീടൊന്ന് പുതുക്കി പണിയുന്നു. അവൻ സിമെൻ്റ് അവർ പറയുന്നിടത്ത്, ഈ പാർട്ടിക്കാർ പറയുന്നിടത്തേ മേടിക്കാവൂ, മണൽ അവിടുന്ന് മേടിക്കാവൂ, അവർ പറയുന്നിടത്തേ മേടിക്കാവൂ. പിന്നെ ഇങ്ങനെ ഒരു സാധാരണക്കാരൻ അവിടെ ജീവിക്കാൻ സാധിക്കും? അത്രമാത്രം ഗുണ്ടായിസമാണ് അവിടെ നടക്കുന്നത്. ആ മമതാ ബാനർജി ആ സ്റ്റേറ്റിനെ നശിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കൂ, അടുത്ത് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഇത് സുവേന്ദു ആണെന്നും പറഞ്ഞ് വെടിവെച്ചു എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു. അതിൻ്റെ യഥാർത്ഥ വിവരങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ചില ആൾക്കാർ പറയുന്നു ആ വണ്ടിക്കകത്ത് സുവേന്ദു ആണ് എന്നും പറഞ്ഞിട്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഈ പറയുന്ന PA സുവേന്ദു ഇരിക്കുന്നിടത്താണ്. കാരണം സുവേന്ദു ആ വണ്ടിക്കകത്തില്ലായിരുന്നു, വേറെ അടുത്താണ് പോയത്. അപ്പോൾ അവിടെ സുവേന്ദു ഇരിക്കുന്ന ഫ്രണ്ടിലെ സീറ്റിൽ PA ഇരുന്നു, ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം നിങ്ങൾ ചോദിക്കാം, ഈ പോലീസിന് വന്നിട്ട്, അതായത് പുതിയ മറ്റുള്ള BJP ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് ഇത് അടിച്ചു മാറ്റി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്? എന്താണ് ബംഗാളിൻ്റെ പ്രശ്നം? അതിൻ്റെ അകത്ത് ഡെമോഗ്രഫി, ജിയോഗ്രഫി വലിയ പ്രശ്നമുള്ളൊരു സ്റ്റേറ്റാണ്. അതായത് ഇവർ ഈ ക്രൈം നടത്തിയിട്ട്, കൽക്കട്ടയിലും എവിടെയെങ്കിലും ക്രൈം നടത്തിയിട്ട് ഇവർക്ക് 2-3 മണിക്കൂർ മതി ബംഗ്ലാദേശിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യുക. അവിടെ ഇവർക്ക് രാജകീയമായിട്ട് കഴിയും. ഒരു പ്രശ്നവുമില്ല, കേസൊക്കെ മാഞ്ഞു പോകും. കാരണം കുറച്ച് കഴിയുമ്പോൾ പോലീസ് തന്നെ കേസില്ലെന്ന് പറയും. ഇപ്പോൾ തന്നെ ഇവർ CCTV എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് സംഭവം. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ
ഏറ്റവും വലിയൊരു ഇൻകമായിരുന്നു ഈ മാഫിയാസ്. അതുകൊണ്ട് ഈ പാർട്ടിക്കാർ മുഴുവനും, കാരണം അവർക്ക് പണി വേണ്ടേ, അടിയും പിടിയും ബഹളവും, ആൾക്കാരെ കൊല്ലുക, നശിപ്പിക്കുക, അടിക്കുക. എന്നെ കോടതിക്കകത്ത് കൽക്കട്ടയിൽ വെച്ച്, അതായത് ഞാൻ ഹൈക്കോടതിയുടെ ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പം എന്നെ കോടതി വരെ ഒരു ലോയറിൻ്റെ കൂടെ വന്ന ഒരാൾ എന്നെ പിടിച്ചു തള്ളി അടിക്കാൻ വന്നു കോടതിക്കകത്ത്. അങ്ങനെയുള്ളൊരു സ്റ്റേറ്റായി കൽക്കട്ട സിറ്റിയുടെ കാര്യം പറയുന്നത്. അതേപോലെ എനിക്ക് വേണ്ടി ഹാജരായ CPM MP വികാസ് രഞ്ജൻ ഭട്ടാചാര്യ, അതായത് ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റായാണ് അയാൾ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. ഇപ്പോഴത് വീണ്ടും ജാവേദ്പൂർ അവിടെ മത്സരിച്ചു. എൻ്റെ ചില കേസുകളിൽ പുള്ളിയാണ് അപ്പിയർ ചെയ്യുന്നത്. എനിക്ക് വേണ്ടി കേസ് അപ്പിയർ ചെയ്തു വികാസ് രഞ്ജൻ ഭട്ടാചാര്യ. അവിടുത്തെ കൽക്കട്ട പഴയ മേയറാണ്. അയാളെ തല്ലാൻ പോയേക്കുന്നു. പിടിച്ച് വലിച്ചടിച്ച് അവിടെ കോർട്ടെല്ലാം കൂടെ വലിച്ചു കയറി. ഇതാണ് കൽക്കട്ട ബംഗാൾ എന്ന് പറഞ്ഞ ദീദിയ മമതാ ബാനർജിയെ പൊക്കിയടിക്കുന്നവർ മനസ്സിലാക്കുക. ആ സ്റ്റേറ്റിനെ കൊളവാക്കി. ഇതൊക്കെ ഒരു സമയത്ത് നേരത്തെ കേട്ടുകൊണ്ടിരുന്നത് UPയിലും ബീഹാറിലും ഒക്കെ ആയിരുന്നു. ഉറപ്പായിട്ടും UPയിൽ യോഗി ആദിത്യനാഥ് വന്നിട്ട് ഈ ഗുണ്ടകളെ ഒന്നടങ്കം തുലച്ച് ദൂരെ കളഞ്ഞു. അതിൻ്റെ അകത്ത് ബ്രാഹ്മണ ഗുണ്ട, OBC ഗുണ്ട നേതാവ്, മുസ്ലിം ഗുണ്ട നേതാവ്, അതിന് ഇന്നതൊന്നുമില്ല. കാരണം ഗുണ്ടകളൊരു വലിയ രാഷ്ട്രീയ സംഭവമായിട്ടങ്ങ് വളർന്നവിടെ. യോഗി അതിൻ്റെ അകത്ത് കട്ട്രോട്ടായിട്ടങ്ങ് ഇതെടുത്തു. ഒറ്റ ഗുണ്ടകളെ, അതിനകത്ത് മതവും നോക്കത്തില്ല, ജാതിയും നോക്കത്തില്ല, ഈ അപ്പർ കാസ്റ്റ് നോക്കത്തില്ല, ദുബൈ കിബേ എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മൺ ഗുണ്ടകളുണ്ടായിരുന്നു. അവരെ ഉൾപ്പെടെ വെടിവെച്ച് എൻകൗണ്ടർ അടിച്ചങ്ങ് തീർത്ത് കളഞ്ഞു. ഇവിടെ ഈ പറയുന്ന ബീഹാറിലും നടക്കും, പക്ഷേ വെസ്റ്റ് ബംഗാളിൽ നടക്കാൻ വലിയ പാടാണ്. കാരണം ഇതിൻ്റെ ബോർഡർ, ഒന്നാമതൊരു ഹ്യൂജ് സ്റ്റേറ്റാണിത്, വലിയ ബോർഡറുമുണ്ട്. നേപ്പാളിൻ്റെ ബോർഡറുണ്ട്, ഭൂട്ടാൻ്റെ ബോർഡറുണ്ട്, അതേപോലെ നോർത്ത് ഈസ്റ്റിൻ്റെ ബോർഡറുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ചൈനയുടെയും ബോർഡറുണ്ട്. ഇങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഈ ഹ്യൂജ് സ്റ്റേറ്റിൽ നോർത്ത് ബംഗാൾ ഈ പറയുന്ന കൽക്കട്ടയായിട്ട് ഈ ഒരു സ്റ്റേറ്റാന്ന് പറയുന്നത്. കാരണം ആൾക്കാർക്ക് വരാൻ ഇത്രയും ദൂരമാണ്. അപ്പോൾ അതിനകത്ത് ഈ ഗുണ്ടകൾ, ഈ സംഭവങ്ങളും നെറ്റ്വർക്ക്, അവർക്ക് പൊളിറ്റിക്കലായിട്ട് ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. BJPക്ക് ഉണ്ട് അവിടെ ഗുണ്ടകൾ. CPM ആണ് ആദ്യം അവിടെ പാർട്ടി ഗുണ്ടകളെ ഉണ്ടാക്കിയത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അവർ TMC പോയി, പിന്നീട് അതിൻ്റെ കുറച്ച് പേര് BJP പോയി, കുറച്ച് പേര് തിരിച്ചും പോയി. അതായത് അവിടെ ഈ സാധനം വലിയ നെറ്റ്വർക്കാണ്. ഇതിനെ പൊളിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അല്ലെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഒരാൾക്കെതിരെ ഇതേപോലെ ഒരു കൊലപാതക ശ്രമം നടക്കുമോ? അത് TMC ഇപ്പം സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇതല്ലാതെ നടക്കത്തില്ല. അവിടെ എല്ലായിടത്തും ഈ സംഭവമുണ്ട്. നിങ്ങളവിടെ ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവത്തില്ല. കാരണം അവിടെ ശരിക്കും ഇടപഴകി മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടികിട്ടും. ഈ പറയുന്ന ഗുണ്ടകളെന്ന് പറയുന്നത് അവിടെ എല്ലായിടത്തും പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ് കൽക്കട്ട, എല്ലായിടത്തും. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ് നശിച്ചു പോയത്. അതായത് പാരലായിട്ടൊരു സർക്കാർ ഓടിക്കുകയാണ് അവിടുത്തെ ഗുണ്ടകൾ. അതായത് ഓരോ ഭാഗവും ഓരോ ഗുണ്ടകൾക്ക് പതിച്ചു നൽകിയിരിക്കുകയാണ്. അപ്പോൾ അവരിത് നടത്തും. അവർക്ക് ഇപ്പം മനസ്സിലാക്കും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത പ്രശ്നമാണ്. കാരണം അവിടെ നമാസുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചകളിൽ അവിടെ സ്ട്രീറ്റുകൾ മുഴുവൻ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് നമാസ് നടത്തും. BJP അങ്ങോട്ട് അധികാരത്തിൽ വരും. അവരാദ്യം പോലെ പറയുന്നൊരു ഇഷ്യൂ ആണ്, റോഡുകൾ ബ്ലോക്ക് ആക്കരുത്, ഇതുണ്ടാക്കരുത്. ഇതിനെ എങ്ങനെ തടയും? അതായത് നിങ്ങൾ ഉദ്ദേശിച്ച് കൺട്രോൾ ചെയ്യാൻ ഇത് പാടാ. കാരണം 33% ഈ CAA, സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട്, അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നടന്ന് ഇന്ത്യയിലാകെ അത് ഏറ്റവും കൂടുതൽ നടന്ന് വെസ്റ്റ് ബംഗാളിലാണ്. നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ പബ്ലിക് അസറ്റ് റെയിൽവേ ലൈനൊക്കെ ഊരിയെടുത്തുകൊണ്ടങ്ങ് പോവുക. എങ്ങനെ ഇതുണ്ടോ? അതൊക്കെ നടന്ന സ്റ്റേറ്റാണ് ഈ ബംഗാൾ. നിങ്ങൾക്കറിയാം, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം 2,75,000 പാരാമിലിറ്ററി ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ സ്റ്റേറ്റ് പോലീസും. ഇത്രമാത്രം പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ടായിട്ട് ഇത്രമാത്രം പ്രശ്നം നടന്നു. അപ്പോൾ അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഇലക്ഷൻ പോസ്റ്റ് പോൾ വയലൻസ് എന്ന് പറയുന്ന ഏകദേശം 3 പേര് കൊല്ലപ്പെട്ടു. അവിടെ മുഴുവൻ അടിയും പിടിയും ബഹളവും
കൊലപാതകവും സ്റ്റാബിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സ്റ്റേറ്റിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇതേപോലെയുള്ള പോലീസ് ഓഫീസേഴ്സും അങ്ങനെയുള്ളവരെല്ലാം ഈ പാർട്ടിയുടെ തണലിനകത്തായിപ്പോയി. അവർ ഈ ഗുണ്ട നെറ്റ്വർക്കും പാർട്ടി നെറ്റ്വർക്കിനകത്താണ്. ഏത് രീതിയിലുള്ള മാറ്റവും പശ്ചിമ ബംഗാളിൽ കൊണ്ടുവരും. അതാണ് മോദി സർക്കാരിൻ്റെയും വരാൻ പോകുന്ന BJP സർക്കാരിൻ്റെയും ഏറ്റവും വലിയ ചോദ്യചിഹ്നം.